അപ്പോൾ നമ്മുടെ ബസ് റൈഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബില്ല്, ബസ്സിൻ്റെ റെസിപ്റ്റ് കേട്ടോ. പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്, എക്സ്പീരിയൻസ് ചെയ്യാം. വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ പറയും അടിപൊളി അല്ലെങ്കിൽ അടിപൊളി അല്ല എന്ന് പറയും. പക്ഷേ ഇവർ നേരത്തെ പറഞ്ഞാൽ നമ്മൾ റെസിപ്റ്റ് മുറിച്ചെടുത്തുനിന്ന് തന്നെ ബസ് പോകുന്ന പറഞ്ഞത്. പക്ഷേ ഇവർ നമ്മൾ മുമ്പിച്ച് കേസ് റോഡൊക്കെ കടന്ന് നോക്കിയിട്ട് കിടക്കട്ടോ. അപ്പോൾ റോഡൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് പോവാണ്. ബസ് ഇത് എവിടെ ഉണ്ട് കേട്ടോ. ഇതറേ നമ്മുടെ ബസ് വേറെ സ്ഥലത്തായിട്ടുള്ളൂ. അപ്പോൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം 10-15 നടന്നിട്ട് ബസ്സിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. ഈ കാണുന്നതാണ് നമ്മൾ പോകേണ്ട ബസ്, അഞ്ജലി. बस में बैठ के घूमने का किराया पे कर दिया, गवर्नमेंट प्लेस पर टिकट लगता है, टिकट निकाल के जाना है प्लेस में। ये आर्ट गैलरी, इसके अंदर जाने के लिए टिकट नहीं लगता है, फ्री। इसी का आगे एक और एक प्लेस जिसका नाम प्रिंस ऑफ वेल्स म्यूजियम, म्यूजियम में जाने के लिए 200 रुपये टिकट लगता है। हमें म्यूजियम में नहीं जाना है। म्यूजियम में क्यों नहीं जाना है? क्योंकि म्यूजियम के अंदर आधी से ज़्यादा चीज़ बंद है। हमारे टूर में आगे एक और एक म्यूजियम आता है, उसमें हमारा बस जाता है। ये आर्ट गैलरी घूमेंगे, इसी के आगे कैंटीन, टॉयलेट, वॉशरूम, फ्रेश हो जाएंगे। यहाँ से बस निकलता है बराबर 12 बजे। बस नज़र नहीं आएगा, आर्ट गैलरी की गेट पे खड़े रहना, 12 बजे बस आएगा पिकअप कर। आ जाओ। ബസ് നമ്മൾ ഫസ്റ്റ് നിർത്തിയിട്ടുള്ളത് ജഹാംഗീർ ആർട്ട് ഗാലറീൻ്റെ ഫ്രണ്ടിലാട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ബസ്സിലും, ബസ് ഓൾമോസ്റ്റ് ബസ് ഫുള്ളാട്ടോ. ഈ ഐറ്റംസിൻ്റെ പ്രൈസാണ് 1,10,000 പ്ലസ് GST. അങ്ങനെ എല്ലാത്തിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് വെറും 80,000 മാത്രമേ ഉള്ളൂ. 80,000 പ്ലസ് GST ആണ് ഈ ആർട്ടിന് വരുന്ന പ്രൈസ്. ഇത് നമ്മുടെ പണ്ടത്തെ സ്കൂളിലൊക്കെ ബോർഡിലൊക്കെ വരച്ചിട്ട പോലെ വരച്ചിട്ടാണ്. ഇതിന് 75,000 പ്ലസ് GST. ഈ കാണുന്ന ഈ ഒരു ഐറ്റം അമീന് കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അമീനെ ഇഷ്ടപ്പെട്ടോ? എടുക്കുന്ന 75,000 പ്ലസ് GST. അമീനെ പോലെ ഒരു കലാകാരന് മാത്രമേ ഇതിനെ കുറിച്ച് അറിയൂ. ഇത് സൂചി നൂല് നൂലിന് എത്ര? 89,000 പ്ലസ് GST. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കലാകാരന്മാർ, ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ഫോട്ടോസ് ഇതുപോലെ ആയിട്ട് ഉണ്ടാവുക. അത് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ അവർക്ക് മനസ്സിലാവും. ഇതിന് വരുന്നുള്ള പ്രൈസ് 37,000 പ്ലസ് GST. ഇതിലെന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊരു 3D ഫ്രെയിം കേട്ടോ. 3D ഫ്രെയിം സംഭവം അടിപൊളി നൈസായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളത് 1 lakh പ്ലസ് GST. അതുപോലെ ഇതും ഒരു 3. പക്ഷേ ഇത് ഭയങ്കര സംഭവം കേട്ടോ. എനിക്ക് ഭയങ്കര ഇതിൽ ഇഷ്ടപ്പെട്ട് ഈ കാണുന്നത്. ഇതിന് വരുന്ന പ്രൈസ് 1,29,500 പ്ലസ് GST. ഫോട്ടോ ഇങ്ങോട്ട് വാ. ഇതാ ഐഷു തന്നെ. ഇതാ ഫോൺ നോക്കിയിട്ട് ഇരിക്കുന്നത് ഫുൾ ടൈം തന്നെ. നീ തന്നെ കേട്ടാ, നീയും അറിയോ? രണ്ടാളിതാ ഫോൺ നോക്കിയിട്ട് ഇതെന്താ? ഇതൊരു വെറൈറ്റി ചെറിയൊരു കട്ടിലിൻ്റെ പ്രൈസ് 80,000 പ്ലസ് GST. അതുപോലെ ഈ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതിൽ എന്താണ് സംഭവം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല, എന്നാലും സംഭവം അടിപൊളിയാണ്. ഇതിന് അകത്ത് എന്തൊക്കെയോ ഒരു സംഭവമുണ്ട്. ഇതിന് ചെറിയ റേറ്റ് വരുന്നുള്ളൂ 30,000 പ്ലസ് GST. സംഭവം അടിപൊളിയാണിത്. ഈ ഒരു ഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിപൊളിയാട്ടോ. ഒരു വെസ്റ്റേൺ ടൈപ്പ്, ആ ഒരു ടൈപ്പിലുള്ള കുറേ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ബസ് 11:30 ആകുമ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ നമ്മൾ ഇറക്കി വിട്ടു. എന്നിട്ട് 12 മണിയാകുമ്പം ഈ സെയിം സ്ഥലത്ത് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് ടൈം ഇനിയും 1/4 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് അത്ര മാത്രമേ കാണാനുള്ളൂ. അത് മാത്രമല്ല, അതിന് മുകളിലത്തെ കുറച്ച് ഭാഗങ്ങളുണ്ട്, അതിനകത്തേക്ക് അവർ നമ്മൾ കയറ്റുന്നില്ല. അവർ പറയുന്നത് ക്ലോസ്, ബന്ദേ ബായ് എന്ന് പറഞ്ഞു. ചായ കുടിച്ച് ചായൻ്റെ കപ്പ് ഇതാ
നേരെ നമ്മുടെ മുമ്പിൽ വണ്ടി വന്ന് വണ്ടിയിലേക്ക് കളഞ്ഞ് ഫുൾ ഹൈടെക് സെറ്റപ്പ്. നമ്മ അതിൽ ആ ഗ്ലാസ് ഇട്ടതും ആ വണ്ടി അതാ പോയി, നമുക്ക് വേണ്ടിയിട്ട് കാത്തുന്ന പോലെയുള്ള. അങ്ങനെ നമ്മളിപ്പോൾ ആർട്ട് ഗാലറിയിൽ നിന്ന് ഇറങ്ങി ഞാൻ നടക്കുന്ന സമയത്ത് ഈ സൈഡൊക്കെ ഇങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ കാണും, ആർട്ട് വർക്കുകൾ. സംഭവം എന്താ വെച്ചെങ്കിൽ ഇതിപ്പം ഇതാ എല്ലാ സൈഡും ഇതുപോലെ ആർട്ടുകൾ ഉണ്ട് കേട്ടോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചാൽ എനിക്ക് ആദ്യം സംഭവം ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഒരു ചെറിയ ചെറിയ ടെൻ്റൊക്കെ അടിച്ചിട്ട് ഒരുപാട് കടകളുണ്ട്. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഓപ്പൺ ആവേണ്ട ടൈം മാത്രമേ ആയിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ സമയം 11:30 ആയതേ ഉള്ളൂ. അവിടെയുള്ള ആർട്ടിന് പ്രൈസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 100, 150 ഓക്കെയാണ്. ഈ ഒരു പ്രൈസിന് ഈ ഒരു ആർട്ട് ഓക്കെയാണ്. ഇത് ലീഫിൽ ചെയ്ത പെയിൻറ്റിംഗ് ആണ്. കണ്ട ഇത് ലീഫാണ്, ലീഫിൽ ചെയ്ത പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിന് ഈ ഒരു എമൗണ്ട് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ഇനി ആർട്ട് ഗാലറി കഴിഞ്ഞു. അപ്പോൾ അടുത്ത ലൊക്കേഷന് ഇനി ബസ്സിൽ കയറി കഴിഞ്ഞാൽ അറിയും അടുത്ത ലൊക്കേഷൻ. അപ്പോൾ ഓരോ ലൊക്കേഷനും ഓരോ എപ്പിസോഡായിട്ട് ഇടാം, അതായിരിക്കും പറ്റുന്നത്. അതാകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റും. പിന്നെ നിങ്ങൾ ആരെങ്കിലും ബോംബെയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ട്രിപ്പ് ഓക്കെയാണ് പറയാം. കാരണം ഈ ഒരു ട്രിപ്പിന് നമുക്ക് വരുന്ന എമൗണ്ട് വരുന്നത് പെർ പേഴ്സൺ 250 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ ഈ കാണുന്നതാണ് ഛത്രപതി ശിവാജി മഹാരാജ വാസ്തു അത് വരുന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് ഇന്ത്യൻസിന് വരുന്ന എൻട്രി ഫീസ് എന്ന് പറയുന്നത് 200 റുപ്പീസാണ്. ഫോറിനേഴ്സിന് അതിനേക്കാൾ റേറ്റ് കൂടും. പക്ഷേ ഇതിൻ്റെ അകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം അടിപൊളിയാണ്. പക്ഷേ നമുക്ക് എന്താ വെച്ചെങ്കിൽ ഇതിനകത്ത് കയറേണ്ട ടൈം കാര്യങ്ങളില്ല. നമ്മൾ ബസ് 10 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് ബസ് വിടും.